ഷാനിതാത്തില്ലാതുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ. പോണില്ല എന്ന് കരുതിയ പ്രോഗ്രാമിന് ആളുടെ നിർബന്ധപ്രകാരം ഇന്നിറങ്ങിയത്. ബസ്സിൽ പോകണേക്കാൾ സുഖമായിട്ടേ ട്രെയിനിൽ പോകാമല്ലോ. അപ്പം ഇന്നത്തെ യാത്രയ്ക്ക് ട്രെയിനിനെ തിരഞ്ഞെടുത്തു. ലൊക്കേഷൻ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ ചോദിച്ചു പോവാമല്ലോ. തൃശ്ശൂർ ജോയ് പാലസിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. 10:30-ക്കുള്ള പരിപാടിക്ക് ഞങ്ങൾ 9:30-ക്ക് എത്തി. എന്തിനാ ഇപ്പോൾ അരമണിക്കൂർ കുത്തിയിരുന്ന് അവർ ചെയ്ത അവരുടെ മേക്കപ്പൊക്കെ വെയിൽ കൊണ്ട് കളയണേല്ലേ. അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾക്കുള്ള കവാടം തുറന്ന് കിട്ടിയിട്ടോ. മുകളിലെത്തിയപ്പോഴേ അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീറ്റ് തന്നെ കിട്ടി. കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നാലും കളക്ടർ എത്തിയിട്ടോ. അങ്ങയുടെ സഹന കഥകളൊക്കെ കേട്ടപ്പോഴേ ഞാൻ എവിടേക്കോ എന്നെ കണ്ടു. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ കുട്ടിയെ, എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ട് എന്നൊക്കെ. ഇതുപോലത്തെ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ വലുതും ചെറുതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടാറുണ്ട്. അതും ഒരു അസറ്റാണ്. ഫുഡ് കഴിച്ചതും പ്രോഗ്രാം കഴിഞ്ഞു. അവിടുന്ന് നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. എല്ലാവർക്കും ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. തേരാപാരം നടന്ന് വേണ്ടതൊക്കെ വാങ്ങി. അത് വലിയത് പുറത്തേക്ക് കിടക്കാൻ നേരെ കവറിന്ന് അതാ ഒരു കിണികിണി സൗണ്ട്. പടച്ചോനെ പെട്ടില്ലേ, എൻ്റെ ഡ്രസ്സ് കൂടിയല്ല. കവറിൻ്റെ കയ്യിൽ തന്നിട്ട് അവൾ വീഡിയോ എടുത്ത് പിന്നാലെ. ഞാനാണേ ഇത്തിരി നേരം കൊണ്ട് തിന്നു. ബില്ലടിക്കുമ്പോഴേ അവർ ടാഗ് അഴിക്കാൻ മറന്നു അത്രേ. അപ്പം ഞാനാരായി? ക്ഷമ എന്നൊന്ന് എനിക്കുള്ളതുകൊണ്ട് അവിടുന്ന് കഴിച്ചിലായി. ആ ക്ഷീണം മാറ്റാൻ ഒരു ഷേക്ക് കുടിക്കാൻ കയറിയതാ. വിചാരിച്ച ഐറ്റം കിട്ടാത്തതുകൊണ്ടും കറങ്ങി തിരിയാൻ നേരമില്ലാത്തതുകൊണ്ടും ഓരോ ജ്യൂസിലൊതുക്കി. എല്ലാവരും ഒരേ ദിശയിലേക്കൊന്നല്ല കേട്ടോ. അതുകൊണ്ട് രണ്ടായി പിരിഞ്ഞു. തിരിച്ചു പോക്ക് ബസ്സിലാണ്. ബസ്സിൻ്റെ പോക്ക് കണ്ടിട്ടേ ആപത്തൊന്നും കൂടാതെ വീട്ടിലെത്തണേന്നേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ പിന്നെ സൺഡേ ആണല്ലോ. എല്ലാവർക്കും ലീവുള്ള ദിവസം ഞങ്ങളെപ്പോലുള്ളവർക്ക് തിരക്കുള്ള ദിവസമാവും. വരുന്ന വഴിക്ക് കേക്കിലേക്കുള്ള ഫ്ലവറും വാങ്ങി കേട്ടോ പോകുന്നത്.